ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 184. നമ്മൾ നോക്കുന്ന അനുവാകം 1 മണ്ഡലം 1 രണ്ടാം അഷ്ടകത്തിൽ 1-ാം ഭാഗം അധ്യായം 1-ാം അധ്യായത്തിൽ അനുവാകം 19 സൂക്തം 124. ഇതിലെ ദേവത ഉഷസ്സാണ്. ഉഷസ് എന്ന് പറയുന്നത് ഒരു വെളിച്ചത്തിൽ നിന്ന് വരുന്ന ബലങ്ങൾ എപ്പോഴും അതിൻ്റെ പുറത്താണ് കാണുന്നത്. കാരണം ഒരു തിരി കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ചുറ്റും ഒരു പ്രഭയുണ്ട്. ആ പ്രഭയിൽ നിന്നാണ് വെളിച്ചം പുറത്തേക്ക് വരുന്നത്. അതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ പുറത്ത് വരുമ്പോഴെല്ലാം നമുക്ക് വെളിച്ചം കിട്ടുന്നത്. സൂര്യൻ പുറത്ത് വരുന്നതിനെക്കാട്ടി മുമ്പിൽ സൂര്യൻ്റെ മുമ്പിൽ ഒരു പ്രഭ സഞ്ചരിക്കുന്നുണ്ട്. ആ പ്രഭക്കാണ് ഉഷസ് എന്ന് പറയുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ജീവജാലങ്ങളെയെല്ലാം വിളിച്ചുണർത്തുന്നത് ആ ഉഷസ്സാണ്. അതായത് അവളാണ് പകലുണ്ടാക്കുന്നത്. അത് പോകുമ്പോൾ രാത്രിയായി. സൂര്യൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് ആ ഉഷസ്സിനെ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പം 1-ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 1. ഋഷി കക്ഷിവാൻ ദേവത ഉഷസ് ഛന്ദസ് തൃഷ്ടുപ്പ് പങ്ക്തി. ഉഷാ ഉച്ഛന്തി സമാധിനേ അഗ്നാ ഉദ്യൻ സൂര്യ ഉർവിയാ ജ്യോതിരശ്രേ ദേവോനോ അത്ര സവിതാനു അർത്ഥം പ്രാസാവീത് ദിവത് പ്രതിചഷ്പദ് ഇത്യൈ. അഗ്നി പ്രദീപ്തമാകുമ്പോൾ, ഉഷസ് ആവിർഭവിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങും പ്രകാശം വ്യാപിക്കുന്നു. അപ്പോൾ സവിതാദേവൻ ഇരുകാലികളെയും 4 കർമ്മങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നു. അഗ്നി, അപ്പോൾ അഗ്നിയും വെളിച്ചവുമാണ്. സൂര്യനിൽ നിന്ന് വരുന്നത് അഗ്നിയും വെളിച്ചവുമാണ്. അത് അതിൻ്റെ പുറത്തുള്ള ഉഷസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പം അഗ്നി പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഉഷസ് ആവിർഭവിക്കുന്നത്. അപ്പം അഗ്നിയും ഉഷസ്സും, ആ ഉഷസ്സിൻ്റെ കൂടെ തന്നെയാണ് ആ ചൂടും വിടുന്നത്. അപ്പം അഗ്നിയും ഉഷസ്സും ആവിർഭവിക്കുമ്പോൾ, അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ, അതിനാണ് നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ആ ഉഷസ്സും അഗ്നിയും വെളിച്ചവും പുറത്തേക്ക് വരും. എങ്ങും പ്രകാശം വ്യാപിക്കുന്നു. അത് നമുക്കറിയുന്ന കാര്യമാണ്. സൂര്യനെ നമുക്ക് കാണാൻ പറ്റില്ല, അതിന് മുമ്പ് തന്നെ പ്രകാശം കയറി വരും. അപ്പോൾ സൂര്യൻ ഇരുകാലികളെയും 4 കർമ്മങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സൂര്യനാണ്, അങ്ങനെയാണ് ആ സൂര്യൻ, ആ ഉഷസ്സിലൂടെയാണ്. അതിൻ്റെ ആകർഷണബലമാണ്. ആ ആകർഷണബലം നമ്മുടെ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. നമ്മൾ പക്ഷേ വെളിച്ചമായിട്ട് എടുത്താൽ മതി. വെളിച്ചവും, ആകർഷണബലമുണ്ട്, വെളിച്ചമുണ്ട്, അഗ്നിയുണ്ട്. പക്ഷികളെല്ലാം വെളിച്ചം കാണുമ്പോഴാണ് എണീച്ചോടുന്നതെന്ന് പറഞ്ഞാൽ, വെളിച്ചം വരുന്നതിനെക്കാട്ടി മുമ്പിൽ ആ ഉള്ളിലുള്ള ഒരു നമ്മുടെ ശക്തി വിശേഷം നമ്മളെ ഉണർത്തുന്നുണ്ട്. വെളിച്ചമല്ല ഉണർത്തുന്നത്. വെളിച്ചം കണ്ണിൽ അടിച്ചാലല്ലേ അറിയുന്നുള്ളൂ. പക്ഷെ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ ഉറങ്ങുന്ന ജീവി അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ആകർഷണ ബലം അവനെ ഉണർത്തുന്നുണ്ട്. അപ്പോഴവൻ വെളിച്ചം കാണുന്നു, അവൻ ആക്റ്റീവാകും. അപ്പം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് സൂര്യൻ്റെ ഈ ആകർഷണ ബലവും നമ്മളെ നാഡികളിലൂടെ അത് ആക്ട് ചെയ്യുന്നത് ആ ആകർഷണ ബലമാണ്. അതാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 2. അമിനതി ദൈവ്യാനി വൃതാനി പ്രമീനതി മനുഷ്യായുഗാനി.
ഈയുഷീണാം ഉപമാം ശശ്വതീനാം ആയതീനാം പ്രഥമോഷാവ്യതൗത്. ദേവ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവളും മനുഷ്യരെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളും നിരന്തരം വിഗതയായിക്കൊണ്ടിരിക്കുന്നവളുമായ ഉഷസ് പ്രത്യക്ഷയായി ഭാവിയിൽ വരുവാനിരിക്കുന്ന ഉഷസ്സുകളിൽ ഒന്നാമത്തവൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൾ, ഈ ഉഷസ് ദേവനിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവളാണ്. അപ്പം ഈശ്വരൻ കർമ്മത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഉഷസ്സിനെ വെച്ചിരിക്കുന്നത്. ഉഷസ്സിൽ വെളിച്ചമുണ്ട്, നമ്മൾ ആകർഷിക്കുന്ന ശക്തിവിശേഷമുണ്ട്, അഗ്നിയുണ്ട്. അപ്പം ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഉഷസ് വന്നും പോയിരിക്കുന്നത്. ഒരു തെറ്റില്ല. നമ്മളിപ്പോൾ പഞ്ചാംഗം എഴുതുമ്പം തന്നെ ഈ അടുത്ത വർഷത്തെ പഞ്ചാംഗം എഴുതുമ്പോൾ ഡിസംബർ 20-ാം തീയതി തിരുവനന്തപുരത്ത് എത്ര മണിക്ക് സൂര്യൻ ഉദിക്കുന്നെല്ലാം എഴുതി വെക്കുന്നുണ്ട്. അപ്പം അത്രയും നിയമപ്രകാരമാണ് അത് സഞ്ചരിക്കുന്നത്. മുൻകൂട്ടി നമുക്കറിയാം ഇന്ന സമയത്ത് അത് പുറത്തേക്ക് വരുന്നു, ഉദിച്ചു വരുന്നു. അപ്പം അവള് നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും മനുഷ്യരെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആയുസ് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് 100 വർഷമാണെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ആ 100 വർഷത്തിൽ ഒരു ദിവസം പോയി. അപ്പം നമ്മളെ ക്ഷീണിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. മരണത്തോടെ അടുപ്പിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. അങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഉഷസ് പ്രത്യക്ഷയായി. അവള് പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ ഒരു ദിവസം കളഞ്ഞിട്ട് അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ടു. ഭാവിയിൽ വരാനിരിക്കുന്ന ഉഷസ്സുകളിൽ എല്ലാം അവൾ ഇതേമാതിരി അവൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് വരുന്നത്. നമ്മുടെ ആയുസ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും അവൾ പുഞ്ചിരിച്ചു കൊണ്ടേ വരും. നമ്മൾ ആ പുഞ്ചിരിയിൽ മയങ്ങിക്കൊണ്ട് ഓരോ ജീവജാലങ്ങളും രാവിലത്തെ പക്ഷികളുടെ എല്ലാം ബഹളം കണ്ടിട്ടില്ലേ? ഉഷസ് വരുമ്പോഴുള്ള ആ ബഹളം ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത്. ആ പുഞ്ചിരി കണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേ വരും. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124-3. ഏഷാദിവോ ദുഹിതാ പ്രത്യദർശി ജ്യോതിർവസാനാ സമനാ പുരസ്താത് ഹൃദസ്യ ബന്ധാ മന്യേതി സാധു പ്രജാനദീവാന ദിശോമിനാദി. ജ്യോതിർമയ വസനം ധരിച്ചിരിക്കുന്ന ഈ ആകാശപുത്രി അപ്രതീക്ഷിതമായി മുൻപിൽ വന്ന് നില ഉറപ്പിക്കുന്നു. ഇവൾ നിയമങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ ദിക്കുകളെയും അറിയുകയും അവയെ നഷ്ടപ്പെടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ജ്യോതിർമയമായ നിയമങ്ങളിൽ ഉറച്ചിരിക്കുന്ന ഈ ആകാശപുത്രി അവള് ജ്യോതിർമയമായ നിയമങ്ങളിലെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത്. കാരണം എല്ലാ ദിവസവും ഉദിക്കുന്നത് ഓരോ ദിവസവും ഇത്ര സമയത്ത് ഉദിക്കണമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഉദിക്കുന്ന ഒരുപോലെയല്ല. അപ്പം അതെല്ലാം നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ ദേശത്തും ഇന്ന സമയം അത് ഉദിക്കുമെന്ന് പറയുന്നത്. അപ്പം ആ നിയമം അതെല്ലാം പാലിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഉദിക്കുന്ന സമയത്തല്ല കണ്ണൂർ ഉദിക്കുന്നത്. അപ്പം അതെല്ലാം നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവരുന്ന ആകാശപുത്രി അപ്രതീക്ഷിതമായിട്ട് മുമ്പിൽ വന്ന് പെടും. പെട്ടെന്ന് കയറിയിങ്ങ് വരും. അവൾ ഓരോ സ്ഥലത്തും രാവിലെ ഉദിച്ചിങ്ങ് വരും. എന്നിട്ടോ അവൾ നിയമങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയമം തെറ്റിക്കില്ല. അവൾ കൃത്യമായിട്ട് ചെയ്യേണ്ട നമ്മളെ പ്രേരിപ്പിക്കും. ചെടികളെ ആയാലും പക്ഷികളെ ആയാലും എല്ലാം അതാതിൻ്റെതായ കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് എല്ലാ ദിക്കുകളെയും അവൾക്കറിയാം. അവൾക്കറിയാത്ത ദിക്കുകളൊന്നുമില്ല. എല്ലാ ദിക്കിലേക്കും അവൾ പ്രകാശം പരത്തിക്കൊണ്ട് എല്ലാവരെയും കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ടോ അവയെ നഷ്ടപ്പെടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവയൊന്നും നഷ്ടപ്പെടുത്തില്ല.
അവളത് വരാത്തത് കൊണ്ട് ഒരു സ്ഥലത്തും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവൾ വരാതിരിക്കുന്ന കാര്യമില്ല, അവൾ വന്നിരിക്കും. എല്ലാ ദിക്കിനെയും സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് അവൾ വരുന്നത്. എന്നാൽ പിന്നെ ഇന്ന് കണ്ണൂർ വരണ്ട, ഇന്ന് തിരുവനന്തപുരം വഴി പോയി കളയാമെന്നൊന്നും അത് ചിന്തിക്കുന്നില്ല. അത് എല്ലാ സ്ഥലവും നഷ്ടപ്പെടുത്താതെ, ഒരു സ്ഥലത്തെ ആക്ടിവിറ്റി നഷ്ടപ്പെടുത്താതെ അവൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 ഉപോ അദർശി ചുന്ധുവോ നവക്ഷോ നോധ ഇവാവിരാകൃത പ്രിയാണി ആത്മസന്നസ്സദോ ബോധയന്തി ശശ്വത്തം ആഗാത് പുനരേയുഷീണാം. സൂര്യൻ തൻ്റെ വക്ഷസ്ഥലം പ്രകടിപ്പിക്കുന്നത് പോലെയും നോധസ് എന്ന ലക്ഷ്മി ദേവതകൾക്ക് ഇഷ്ടവസ്തുക്കൾ നിർമ്മിക്കുന്നത് പോലെയും ഗൃഹനായിക ആദ്യമായി ഉണർന്ന് മറ്റെല്ലാവരെയും ഉണർത്തുന്നത് പോലെയും ഉഷസ് വർത്തിക്കുന്നു. സൂര്യൻ വക്ഷസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത് പോലെയും, സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ തന്നെയാണ് അവളും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അവൾ അതിൻ്റെ മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെയോ ലക്ഷ്മി ദേവികൾക്ക് ഇഷ്ടവസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, ലക്ഷ്മി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവിയുടേതാണ് ഈ പ്രപഞ്ചം. പുരുഷനും പ്രകൃതിയും, പ്രകൃതിയാണ് ദേവി. ലക്ഷ്മി ദേവി എന്നെല്ലാം വേണ്ടിക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം പ്രകൃതിക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം നൽകുന്നതിന് വേണ്ടിയും ആണ് സൂര്യൻ എടുക്കുന്നത്. സൂര്യൻ്റെ മുമ്പിലുള്ള ഉഷസ്സും എടുക്കുന്നത്, ഉഷസ്സാണ് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ സൂര്യൻ, നമ്മൾ സാധാരണ പറയുമ്പോൾ സൂര്യനാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയും. ഈ പ്രപഞ്ചത്തിൽ ചെടികൾക്ക് എന്തെല്ലാം വേണം, മഴ പെയ്യിപ്പിക്കണ്ടിക്ക് മഴ പെയ്യിക്കുന്നത് എല്ലാം ആ പ്രകൃതി നിയമങ്ങളനുസരിച്ചാണ്. അതെല്ലാം ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഓരോ മാസങ്ങൾ, ഋതുക്കൾ, അങ്ങനെ. ഗൃഹനായിക ആദ്യമായി ഉണർന്ന് മറ്റെല്ലാവരെയും ഉണർത്തുന്നത് പോലെയും, വീട്ടിലെ ഗൃഹനായിക എന്ത് ചെയ്യും, രാവിലെ അവളാണ് ആദ്യം എണീക്കുക, എന്നിട്ട് എല്ലാവരെയും ഉണർത്തുന്നത് പോലെയും ആലങ്കാരികമായിട്ട് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. എന്ത് ചെയ്യുന്നു, ഉഷസ് വർത്തിക്കുന്നു. അത്രയും കൃത്യനിഷ്ഠയായിട്ട് വീട്ടിൽ നായിക വന്നിട്ട് എല്ലാവരെയും എണീപ്പിച്ച് കർമ്മത്തിന്, പിള്ളേരോട് പറഞ്ഞിട്ട് പോയി പഠിക്കടാ, പല്ലിയേക്കടാ എന്നെല്ലാം പറയുന്നില്ല, സ്കൂളിൽ പോകണമെന്നെല്ലാം പറയുന്നു. അതുപോലെ തന്നെ ഈ ഉഷസ്സും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലൂടെ, നമ്മളെ നാഡികളിലൂടെ. നീ പോയിട്ട് ഇന്ന ചെയ്, നീ പോയി ഇന്ന ചെയ്, പക്ഷി ഇന്ന ഭാഗത്തേക്ക് പോകും. അപ്പം അതിനനുസരിച്ച് എല്ലാവരും പോകുന്നു. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 പൂർവേ അർത്ഥേ രജസോ അപ്തസ്യ ഗവാം ജനിത്രേ കൃതപ്രകേതും വ്യുപ്രഥമേ വിതരം വരീയാ ഓഭാ പ്രണന്തി പിത്രോറുപസ്ഥ. പുതുമകളെ ഉൽപ്പാദിപ്പിച്ച ഉഷസ് അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിൽ ധ്വജരൂപമാകുന്ന തേജസ്സിനെ പ്രകടമാക്കി. അവൾ ആകാശവും ഭൂമിയുമാകുന്ന മാതാപിതാക്കളുടെ അംഗതലത്തെ പൂർണ്ണമാക്കി സർവത്ര വ്യാപിക്കുന്നു. ലോകത്ത് പുതുമ ഉണ്ടാക്കിക്കൊണ്ട്, ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ലോകത്തിൽ പുതുമ ഉൽപ്പാദിപ്പിക്കുകയാണ്. രാവിലെ വരുമ്പോൾക്ക് പുതിയ പുതിയ പുഷ്പങ്ങൾ, ഇന്നലെയുള്ള തോട്ടത്തിലെ പുഷ്പങ്ങളായിരിക്കില്ല ഇന്നുള്ളത്. ഇപ്പം ലോകത്തിൽ അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം പുതുമ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഉഷസ് അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലേക്ക് ധ്വജരൂപമാകുന്ന തേജസ്സിനെ പ്രകാശിപ്പിക്കുന്നു. ധ്വജം എന്ന് പറഞ്ഞാൽ കമ്പ് എന്ന നിലയിൽ എടുക്കാം, കൊടിമരന്നോ എന്തോ എടുക്കാം. അതായത് അതിൻ്റെ ആകർഷണ ബലം, അതിൽ നിന്നുള്ള ആകർഷണ ബലം, അതാണ് തേജസ്. ആ തേജസ് ഒരു കൊടിമരം പോലെ, ധ്വജം പോലെ ശോഭിക്കുന്നു. എന്നിട്ടോ അവൾ ആകാശവും ഭൂമിയുമാകുന്ന മാതാപിതാക്കളുടെ, ആകാശവും ഭൂമി എപ്പോഴും മാതാപിതാക്കളായിട്ട് ചിത്രീകരിക്കുന്നു. എന്ത് ചെയ്യുന്നു, അംഗതലത്തെ പൂർണ്ണമായിട്ട് വ്യാപിപ്പിക്കുന്നു. അതായത് ആകാശത്തെയും ഭൂമിയെല്ലാം സമ്പൽ സമൃദ്ധമാക്കി കൊണ്ടുപോകുന്നത് ഈ ഉഷസ്സാണ്. അതായത് ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും,
അതിലൂടെ ഉണ്ടാകുന്ന പുരോഗതികളെയും അതിലൂടെ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെയും എല്ലാം പ്രകൃതി വിഭവങ്ങളെയെല്ലാം പ്രേരിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഉഷസ്സാണ് എന്ന് പറയുകയാണ്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 ഏവേദേശാ പുരുതമാ ദൃശേകം നാജാമീം ന പരിവൃണന്തി ജാമീം അരേപസാതന്വാ ശാശദാനാനാർഭാദീഷതേ നമഹോ വിഭാതി. പ്രത്യക്ഷത്തിൽ മഹതിയായ ഈ ഉഷസ് സ്വന്തമെന്നും അന്യമെന്നുമുള്ള ചിന്ത കൂടാതെ എല്ലാവരെയും പ്രാപിക്കുന്നു. പാപരഹിതമായ ശരീരത്തോടുകൂടി അവൾ ചെറുതും വലുതുമായ യാതൊന്നിനെയും അകറ്റിക്കളയുന്നില്ല. പ്രത്യക്ഷത്തിൽ മഹിമയാർന്ന ഇവൾ മഹതിയാണ്. കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന അവൾക്ക് എന്തില്ല? സ്വന്തമെന്നും അന്യമെന്നുമുള്ള ചിന്ത കൂടാതെ. ഉഷസ്സിന് ഇത് എൻ്റെ ആള് മറ്റേയാള് എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇത് ക്രിസ്ത്യാനികളുടെ ഉഷസ്സാണ് ഞാൻ, അല്ലെ മുസ്ലിങ്ങളുടെ ഉഷസ്സാണ് ഞാൻ, അല്ലെ ഹിന്ദുക്കളുടെയാണ്, അല്ലെ ബ്രാഹ്മണൻ്റെയാണ്, അല്ലെ ക്ഷത്രിയൻ്റെ, അങ്ങനത്തെ ഒരു വകഭേദവും ഉഷസ്സിനില്ല. അവൾക്ക് സ്വന്തമെന്നുമില്ല അന്യമെന്നുമില്ല. എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരെയും പ്രാപിക്കും അവൾക്ക് അങ്ങനെ ജാതി മത ചിന്തകളോ സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെയൊന്നുമില്ല. അവളുടെ കർമ്മം ചെയ്തുകൊണ്ട് പോകുന്ന അവള് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും വേണ്ടിയാണ് അവൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പാപം ഇല്ലാത്ത ശരീരത്തോടു കൂടിയവളാണ് അവൾക്ക് ചെറുതും വലുതുമായി യാതൊന്നിനെയും അകറ്റിക്കളയുന്നില്ല. അവൾ ചെറുതും വലുതുമായി ഒന്നിനെ അകറ്റിക്കളയുന്നില്ല. അവൾക്ക് ഇത് ചെറുതാണ്, ഇത് പിച്ചക്കാരനാണ്, ഇത് പ്രഭുവാണ്, അങ്ങനെയുള്ള ചിന്തയൊന്നും അവൾക്കില്ല. അവൾ എല്ലാവർക്കും വേണ്ടിയാണ് ഉദിച്ചു വരുന്നത്. അവൾക്ക് ചെറുതും വലുതുമില്ല, എൻ്റേതോ നിൻ്റേതോ എന്നുള്ള വ്യത്യാസവുമില്ല. സൂര്യനുമില്ല, സൂര്യൻ്റെ ഉഷസ്സിനുമില്ല, അഗ്നിക്കുമില്ല, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും ഒരു പാർഷ്യാലിറ്റിയുമില്ല, ആരോടും പ്രത്യേകം താല്പര്യവുമില്ല, ആരെയും അന്യരായി കാണുന്നുമില്ല. എല്ലാവർക്കും വേണ്ടിയും അവൾ ഉദിച്ചു വരുന്നു. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 7 അപ്രാദേവ പുംസ ഏതി പ്രതീജി ഗർദാരുഗിവ സനയേധനാനാം ജായേവ പത്യ ഉഷതി സുവാസ ഉഷാ ഹസ്രേവ നിരിണീതേ അപ്സഹ. സഹോദരനില്ലാത്ത സഹോദരിയെ പോലെ ഉഷസ് പശ്ചിമാഭിമുഖമായി ചലിക്കുന്നു. ധനപ്രാപ്തിക്ക് വേണ്ടി രഥാരൂഢനായവനെ പോലെ സൂര്യന് നേരെ പോകുന്നു. മനോഹര വസ്ത്രങ്ങളണിഞ്ഞ ശോഭായുക്തയായ അപ്സരിയെ പോലെ അവൾ തൻ്റെ സ്വരൂപത്തെ പ്രകടമാക്കുന്നു. സഹോദരനില്ലാത്ത സഹോദരിയെ പോലെ ഉഷസ് പശ്ചിമാഭിമുഖമായി ചലിക്കുന്നു. അവൾ ഒറ്റക്കാണ് സഞ്ചരിക്കുന്നത്. അവളൊരു സഹോദരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സഹോദരിയായിട്ട് അത് ഒറ്റക്കങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്തിന്? ധനം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി. ധനം ഇരിക്കുന്നതിന് വേണ്ടി രഥത്തിലിരിക്കുന്ന സൂര്യന് നേരെ പോകുന്നു. സൂര്യനാണ് ധനം നേടിത്തരുന്നത്. നമുക്ക് ധനം നേടിത്തരാൻ വേണ്ടിയാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പം ധനം നേടിത്തരുവാൻ സൂര്യൻ രഥത്തിൽ കയറിയിട്ട് സഞ്ചരിച്ചു വരുന്നത് പോലെ അതിൻ്റെ മുന്നിലൂട്ടിയാണ് ഉഷസ് സഞ്ചരിക്കുന്നത്. അപ്പൊ ആ ഉഷസ്സിന്റെ പിന്നിലുള്ള ശക്തി ആരാണ്? സൂര്യൻ തന്നെയാണ്. സൂര്യൻ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ധനം നേടിത്തരാൻ. ധനം എങ്ങനെയാണ് നേടിത്തരുന്നത്? ഇന്നലെ ചെടി പൂണ്ടായിട്ടുണ്ടാവില്ല, ഇന്ന് വരുമ്പം പുഷ്പിക്കും, നാളെ വരുമ്പം അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പം കായായിത്തീരും, നമ്മൾ വിറ്റിട്ട് ധനം നേടും.
അപ്പം ലോകത്തിലെ പുരോഗതികൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഉണ്ടായിക്കൊടുക്കുകയാണ്. അതിലൂടെ ധനമാണ് നേടിത്തരുന്നത്. അപ്പം ധനം നേടിത്തരുന്ന സൂര്യൻ്റെ മുമ്പിലാണ് അവൾ സഞ്ചരിക്കുന്നത്. മനോഹരമായ വസ്ത്രം അണിഞ്ഞ ശോഭയുക്തയായ അപ്സരസിനെ പോലെ അവൾ തൻ്റെ സ്വരൂപത്തെ പ്രകടമാക്കുന്നു. അപ്സരസ്സുകളുടെ വസ്ത്രത്തെ, അപ്സരസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ സൂര്യകിരണങ്ങൾ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് അപ്സരസ്സുകൾ എന്ന് പറയുന്നത്. ചില ഗ്രഹങ്ങൾ ചില സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ വിചാരങ്ങളും പ്രേമവും എല്ലാം ഉണ്ടാക്കുന്നത്. അതാണ് കാമദേവനായിട്ടും അപ്സര സ്ത്രീകളായിട്ടും എല്ലാം ചിത്രീകരിക്കാൻ കാരണം ഈ രശ്മികളെയാണ്. അപ്പം അവൾ സുന്ദരമായ, സൂര്യനെ രശ്മിക്കുന്നുണ്ട്, പല വർണ്ണങ്ങളുണ്ട്. അതുകൊണ്ടാണ് സാരിയായിട്ടെല്ലാം ചിത്രീകരിച്ചത്, വസ്ത്രങ്ങളായിട്ട്. അപ്സരസ്സുകളെ പോലെയാണ് അവൾ സുന്ദരിയായിട്ട് പുറത്തേക്ക് വരുന്നത്. സൂര്യൻ്റെ കിരണങ്ങളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല നിറങ്ങളെല്ലാം കാണാം. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 8 സ്വസ്വാസ്വസ്രേ ജായസ്യേ യോനിം ആരൈഗഭത്യൈസ്യ പ്രതിചക്ഷേവ വിച്ഛന്തി രശ്മിഭിः സൂര്യസ്യാൻ ജങ്തേ സമനഗായിബാവ്രാ. രാത്രി രൂപയായ സഹോദരി തൻ്റെ മൂത്ത സഹോദരിയായ ഉഷയ്ക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് മാറുന്നു. ഉത്സവത്തിന് പോകുന്ന സ്ത്രീകളെ പോലെ ഉഷസ് സൂര്യരശ്മികളാൽ തന്നെ അലങ്കരിക്കുന്നു. രാത്രി രൂപിയായ സഹോദരി, ഇപ്പം 2 സഹോദരിമാരാണ്. ഒന്ന് ഉഷസ്, പകലിൻ്റെ സഹോദരി, മറ്റേത് രാത്രിയുടെ സഹോദരി. അപ്പം പകലിൻ്റെ സഹോദരിയായ ഉഷസ് വരുമ്പോൾ രാത്രി സഹോദരിയായ ആ സഹോദരി അവക്ക് വഴിമാറിക്കൊടുക്കുന്നു. പറഞ്ഞാൽ സൂര്യൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഉഷസ് വന്നിട്ട് വെളിച്ചടിക്കുമ്പോൾ ഇവിടുത്തെ രാത്രി സഹോദരി, രാത്രിയാകുന്ന ഇരുട്ട് പെട്ടെന്ന് മാറിപ്പോകും. ഇവള് വരുമ്പോൾ മറ്റവള് വഴിമാറിക്കൊടുക്കും. അങ്ങനെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് മാറുന്നു. ഉഷസ് വരുമ്പോൾ രാത്രി ഇരുട്ട് മാറിക്കൊടുക്കുന്നു. വളരെ കലാപരമായിട്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഉത്സവത്തിന് പോകുന്ന സ്ത്രീകളെപ്പോലെ ഒരു ഉത്സവമുള്ള സ്ഥലത്തേക്ക്, അവിടെ ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. ആ ഭൂമിയിൽ സൂര്യൻ വരുമ്പോൾ ഉത്സവങ്ങളാണ്. വാഹനങ്ങളെല്ലാം ചീറിപ്പാഞ്ഞി എല്ലാം അറിയാലോ. ഉദിച്ചു വരുമ്പോഴേക്ക് പക്ഷികളെ ബഹളം എന്തെല്ലാമാണ്, ആളുകൾ വീട്ടിലുള്ള ബഹളം. അപ്പോൾ ഒരു ഉത്സവ സ്ഥലത്തേക്ക് പോകുന്ന സ്ത്രീകളെപ്പോലെ ഉഷസ് സൂര്യരശ്മികളെ കൊണ്ട് തന്നെ അലങ്കരിച്ചുകൊണ്ടാണ്. ആ ഉഷസ് സൂര്യൻ്റെ രശ്മികൾ, ആ സൂര്യൻ്റെ രശ്മിയല്ല അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ രശ്മികൾ, ആ രശ്മിയിൽ എന്തുണ്ട്? പ്രകാശമുണ്ട്, സൗന്ദര്യമുണ്ട്, വെളിച്ചമുണ്ട്, അഗ്നിയുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്ന ആകർഷണ ബലങ്ങളും ഉണ്ട്. അപ്പം ആ സൗന്ദര്യം സ്വയം സ്വീകരിച്ചുകൊണ്ട്, രശ്മികളാൽ സ്വയം അലങ്കൃതമായിക്കൊണ്ടാണ് അലങ്കരിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124 9 ആസാം പൂർവാസാമഹസ്സു സ്വസൃണാപരാ പൂർവാമഭ്യേതി പശ്ചാത് താപ്രത്നവന്ന അവ്യസീർ നൂനമസ്മേ രേവതുച്ഛന്തു സുദിനാവുഷാസഹ. സഹോദരികളായ ഇവർ ഒരുത്തിക്ക് പിന്നിൽ മറ്റൊരുത്തി എന്ന കണക്കിന് നിത്യവും ചലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാചീന ഉഷസ്സുകൾക്ക് തുല്യം നവീന ഉഷസ്സും പ്രകടമായി നമ്മെ ധനത്താൽ യുക്തരാക്കട്ടെ. സഹോദരികളായ ഇവർ ഒരുത്തിയുടെ പിന്നിൽ മറ്റൊരുത്തി എന്ന കണക്കിലാണ് നിത്യവും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയുടെ പിന്നാലെ പകൽ സഞ്ചരിക്കുന്നു. പകൽ സഹോദരി സഞ്ചരിക്കുന്നു. രാത്രി, അതേ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സഹോദരിയുടെ പിന്നാലെ പകൽ സഹോദരി സഞ്ചരിക്കുന്ന പോലെ തന്നെ
പകൽ സഹോദരിയുടെ പിന്നാലെ രാത്രി സഞ്ചരിക്കുന്നത് പോലെ ഇവള് മാറി മാറി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാചീന ഉഷസ്സുകൾക്ക് തുല്യം പണ്ടുദിക്കുമ്പോൾ ഈ ഉഷസ്സിന് എന്തെല്ലാം സൗന്ദര്യമോ പ്രായമോ ഉണ്ടായിരുന്നോ അതേ രൂപത്തിൽ തന്നെയാണ് അവൾ പ്രകടമായിട്ട് ധനം നേടിത്തരുന്നത്. പണ്ടത്തെ ഈ വേദങ്ങൾ എഴുതുന്ന ഋഷികളുള്ള സമയത്തുള്ള ഉഷസ് തന്നെയാണ്, അതേ ശോഭയിൽ തന്നെയാണ് അവൾ ഇപ്പോഴും വന്നിട്ട് നമ്മളെ കർമ്മത്തിന്, അന്ന് ഋഷികളെ പ്രേരിപ്പിച്ചിട്ട് വേദങ്ങൾ എഴുതിപ്പിച്ചു, നമ്മളെ കൊണ്ട് അതിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124-10. പ്രബോധയോഷ പ്രണതോ മഖോന്യ ബുദ്ധിമാനാപണയാസസന്തോ രേവതുച്ഛമഖവദ്യോ മഖോനിരേവത് സ്തോത്രേ സുനിർദ്ദേജാരയന്തി. ഉഷസ് ദാനശീലന്മാരെ ചൈതന്യവാന്മാർ ആക്കണേ. ലോഭികൾ ഉറങ്ങിത്തന്നെ കഴിയട്ടെ. മനുഷ്യരുടെ ആയുസ്സിനെ കുറയ്ക്കുന്നവളായ ഉഷസ് അവരെ ധനത്താൽ യുക്തരാക്കുകയും സ്തോതാവിന് വേണ്ടി ധനത്തോടുകൂടി പ്രാപിക്കുകയും ചെയ്യുന്നു. ധനവതിയായ ഉഷസ്സോട് പറയുകയാണ്, നീ ധനം നേടിത്തരുന്നവളാണ്. കാരണം അവൾ വന്നു കഴിഞ്ഞാലാണ്, ഉഷസ് വരുമ്പോഴാണ് ഇവിടെ കർമ്മങ്ങൾ നടക്കുന്നത്, പുരോഗതി ഉണ്ടാകുന്നത്, ധനം നേടുന്നത്. നീ ദാനശീലന്മാരെ ചൈതന്യമുള്ളവരാക്കണം. നല്ല ദാനം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടി കർമ്മം ചെയ്യുന്ന ദാനശീലരായ ആൾക്കാരെ ചൈതന്യമുള്ളവരാക്കുക. ലോഭികൾ ഉറങ്ങിത്തന്നെ കിടക്കട്ടെ. അങ്ങനെ ദുരാഗ്രഹികളായ ആൾക്കാരെല്ലാം, സ്വാർത്ഥമതികളായ ആൾക്കാരെല്ലാം ഉറങ്ങിക്കിടക്കട്ടെ. അവരെണീക്കൊന്നും വേണ്ട. അവർ ഉഷസ് ഉദിക്കുമ്പോഴവിടെ മൂടിപ്പോയിച്ച് കിടക്കട്ടെ. കാരണം അവരെ കൊണ്ട് ഈ നാട്ടിന് ദോഷമേ ഉള്ളൂ. അതുകൊണ്ട് അവർ കിടന്നുറങ്ങിയാൽ അത്രയും നല്ലത്. പിന്നെയോ, മനുഷ്യരുടെ ആയുസ്സിനെ കുറക്കുന്നവളായ നീ ഓരോ ദിവസവും മനുഷ്യൻ്റെ വരുമ്പോൾ എന്ത് പറ്റിയാണ്? മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ആയുസ് പോയി. അപ്പം മനുഷ്യരുടെ ആയുസ്സിനെ കുറക്കുന്നവളായ നീ അവരെ ധനത്താൽ യുക്തരാക്കുക. പക്ഷെ അവർക്ക് നീ ആയുസ് കുറക്കുന്നുണ്ടെങ്കിലും ധനം നേടിക്കൊടുക്കുക. സ്തോതാവിന് വേണ്ടി ധനത്തോടുകൂടി പ്രാപിക്കുകയും ചെയ്യണേ. സ്തോതാക്കൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ, വേദമന്ത്രങ്ങൾ. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുന്നവരെ നീ അവരെ സഹായിക്കണേ, അവരെ പ്രാപിക്കണേ, അവരെ കർമ്മത്തിന് പ്രേരിപ്പിക്കണേ. അതായത് ശാസ്ത്രീയമായി ലോക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ പ്രേരിപ്പിക്കണേ, അവരുടെ കൂടെ നിൽക്കണേ. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 124-11. അവേയമശ്വൈദ്വതീ പുരസ്താദിന്തേ ഗവാമരുണാനാമനീകം വിനൂനമുച്ഛാദസസതി പ്രകേതുർഗൃഹം ഗൃഹം ഉപതിഷ്ഠതേ അഗ്നിഹി. ഈ യുവതി പൂർവ്വദിക്കിൽ നിന്നും ഇറങ്ങി വരുന്നു. ഇവളുടെ രഥത്തിൽ അരുണവർണ്ണങ്ങളോടുകൂടിയ കാളകളെ പൂട്ടിയിരിക്കുന്നു. ഇവൾ പുഞ്ചിരിക്കാൻ തുടങ്ങുമ്പോൾ പ്രകാശം വ്യാപിക്കുകയും എല്ലാ ഭവനങ്ങളിലും അഗ്നി പ്രകാശിക്കുകയും ചെയ്യുന്നു. ഈ യുവതി, അപ്പൊ ഇവളെപ്പോഴും യുവതിയാണ്. അവള് പൂർവ്വദിക്കിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. പൂർവ്വദിക്കിൽ നിന്നും ഇറങ്ങി വരുന്നു. ഇവളുടെ രഥത്തിൽ എന്തുണ്ട്? വർണ്ണത്തോടു കൂടിയ കാളകളെ പൂട്ടിയിരിക്കുന്നു. അരുണ നിറമുള്ള കാളകളെ പൂട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യ വെളിച്ചത്തിൽ തന്നെ പല നിറങ്ങളുണ്ട്. അപ്പം നമ്മൾ രാവിലെ കാണുന്ന സൂര്യന് ഒരു പ്രത്യേക നിറമുണ്ട്, ഉദിക്കുമ്പോഴുള്ള സൂര്യൻ്റെ നിറം ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ അരുണവർണ്ണങ്ങളോടുകൂടിയ കാളകളെ കെട്ടിയിരിക്കുന്നു. അവൾ പുഞ്ചിരിക്കാൻ തുടങ്ങുമ്പോൾ, എന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് രാവിലെ വരുമ്പോൾ പ്രകാശം എല്ലായിടത്തും വ്യാപിക്കുവാൻ തുടങ്ങുന്നു. എല്ലാ ഭവനങ്ങളിലും അപ്പോൾ അഗ്നി പ്രകാശിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാ ഭവനങ്ങളിലും അഗ്നി പ്രകാശിക്കും. നമുക്കറിയാലോ,
സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ എണീച്ചാൽ ആദ്യം ഇടുന്ന എന്താണ്? സ്വിച്ച് ഇടും. വീട്ടിലെല്ലാം വെളിച്ചം. അവൾ വരുമ്പോഴേക്ക് എല്ലാവരും വിളക്ക് കത്തിക്കും വീട്ടിൽ. കാരണം എണീച്ച ഉടനെ സ്വിച്ച് ഇട്ടിട്ട് വെളിച്ചമില്ലാതെ എങ്ങനെയാണ് അകത്തോട്ട് നടക്കുക? വെളിച്ചം പുറത്തല്ലേ വന്നുള്ളൂ. രാവിലെ എല്ലാവരും എണീക്കുമല്ലോ, അപ്പോൾ അകത്ത് വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വിച്ച് ഇടാൻ തുടങ്ങും. എല്ലാവരും വെളിച്ചം പ്രകാശിപ്പിക്കും ഓരോ വീട്ടിലും ആക്റ്റീവായിട്ട്. അതായത് സൂര്യൻ തന്നെയാണ് എല്ലാവരെ കൊണ്ട് രാവിലെ സ്വിച്ച് ഇടിപ്പിക്കുന്നത് എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കൊള്ളുക. നമ്മളെ കർമ്മങ്ങൾ അത്രയും സൂക്ഷ്മമായിട്ട് ഉഷസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമുക്കറിയാലോ, ആ ഉഷസ് വരുന്ന സമയത്ത് പക്ഷികൾ ചിലക്കും. ഇപ്പം വീട്ടിലുള്ളവർക്കറിയാം ആ സമയമായിട്ടുണ്ട്, വെളിച്ചം വന്നിട്ടുണ്ടെന്ന്. ചാടി എണീക്കും, സ്വിച്ച് ഇടും, പോയിട്ട് ചിലപ്പോൾ അടുപ്പ് പോയിട്ട് സ്റ്റൗ കത്തിക്കും. അപ്പം അഗ്നി ജ്വലിപ്പിക്കുകയാണ്, ആക്റ്റീവ് ആവുകയാണ്. അഗ്നി ഉണ്ടെങ്കിലല്ലേ ചലിക്കാൻ പറ്റുള്ളൂ. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 124 12. ഉത്തേവയച്ചിത് വസതേർ അപപ്തന്നരശ്ചയേപിതു ഭോജ വ്യുഷ്ടൗ അമാസദേവഹസി ഭൂരി വാമ മുഷോ ദേവീദാശുഷേ മർത്യായാം. ഉഷസ്സിൻ്റെ ഉദയത്തോടുകൂടി പക്ഷികൾ കൂടുവിട്ടു പോകുന്നു. മനുഷ്യർ അന്നത്തിനു വേണ്ടി കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. ഉഷസ് ഹവിർഹോതാവിന് അത്യധികം ധനം നൽകുന്നവളാണ്. ഹേ ഉഷസ്സേ, നീ ഉദിക്കുന്നതോടുകൂടി പക്ഷികൾ കൂടുവിട്ടിറങ്ങുന്നു. പക്ഷികൾ കൂടുവിടുന്നതുമായിട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഈ ഉഷസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വെളിച്ചം മാത്രമല്ല, നമ്മളെ എണീപ്പിക്കുന്നത്, പക്ഷികളെ അടക്കം എണീപ്പിക്കുന്നത് അതിനെ നാഡികളിലൂടെ മനസ്സിൽ കടന്നിട്ട് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അവൾ വരുമ്പോൾ നമ്മളെ നാഡികളെല്ലാം, മനുഷ്യരുടെ ആയാലും പക്ഷികളുടെ ആയാലും നാഡികളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മളെ കൊണ്ട് എണീപ്പിക്കും നാഡികളിലൂടെയുള്ള സിഗ്നൽ സിസ്റ്റം. അതായത് അങ്ങനെ അവളുടെ ചലനമനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതാണ് ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം. ആ സൂര്യൻ്റെ ചലനമനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ചിന്തകൾ ഉണരുന്നതും നമ്മൾ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതെല്ലാം നാഡികളിലൂടെയാണ് സംഭവിക്കുന്നത്. അത് പിന്നെ നമുക്ക് കാണാം. അപ്പോൾ പക്ഷികൾ കൂടുവിട്ടുണരുന്നു. മനുഷ്യർ അന്നത്തിന് വേണ്ടി, അവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അപ്പം മനുഷ്യരെയും നീ പോയി കർമ്മം ചെയ്യ്, തിന്നണ്ടിക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മളെയും പ്രേരിപ്പിക്കുന്നു. നമ്മളെ ഓരോ കാര്യം പറഞ്ഞാണ് പ്രേരിപ്പിക്കുക. എണീക്ക്, നിനക്ക് ചായ കുടിക്കണം, മറ്റേത് ഉണ്ടാക്കണം, അത് വേണം, ഇത് വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓഫീസിൽ പോകണമെന്ന് തന്നെ പ്രേരിപ്പിക്കും. എന്തിനു വേണ്ടി? അന്നത്തിന് വേണ്ടി തന്നെ. മനുഷ്യൻ ജീവിക്കുന്നവർ പിന്നെ എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് പറയാണ്, നീ അവർക്ക് നല്ല ധനം നൽകുന്നവളാണല്ലോ. കാരണം അങ്ങനെ അധ്വാനിക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ധനവും കൊടുക്കുന്നത് അവൾ തന്നെയാണ്. അപ്പം നമ്മളെ ധനം കിട്ടുന്ന, എത്ര ധനം കിട്ടണം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് എന്ത് കർമ്മം ചെയ്യിപ്പിക്കുന്നോ ആ കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് ധനം കിട്ടുന്നത്. അപ്പോൾ നമ്മളെ വരുമാനവും എല്ലാം അവളാണ് തീരുമാനിക്കുന്നത്. ഞാൻ എന്ത് കർമ്മത്തിന് പോകണമെന്നും അവൾ എന്നിലൂടെ പ്രേരിപ്പിക്കും. കിട്ടുന്ന ഫലവും അവൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വരും യന്ത്രമനുഷ്യൻ്റെ പോലെ, കമ്പ്യൂട്ടർ പോലെ. ഇനി 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 124 13. അസ്തോഡ്വം സ്തോമ്യ ബ്രഹ്മണാമേ വിവൃതത്വം ഉഷതീരുഷാസ ഉഷ്മാകം ദേവീരവസ സനേമ സഹസ്രണം ച ശതിനം ച വാജം. എൻ്റെ സ്തോത്രങ്ങൾ ഉഷസ്സിനെ സ്തുതിക്കട്ടെ. നീ വൃദ്ധിയെ പ്രാപിക്കുകയും നിന്റെ രക്ഷാസാധനങ്ങളാൽ നിർഭയമായി ഞങ്ങൾ അസംഖ്യം ധനം പ്രാപിക്കുകയും ചെയ്യണമേ. സ്തുതിക്ക് പാത്രമായ ഉഷസ്സേ എന്ന് പറയാണ്. അവൾ സ്തുതിക്ക് പാത്രമാണ്.
സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസ് തത്വങ്ങൾ. സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവൾ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അപ്പം സ്തുതിക്ക് പാത്രമായ ഉഷസ്സോട് പറയുകയാണ്, എൻ്റെ സ്തോത്രങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ഞാൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉഷസ് വരുന്നതനുസരിച്ച് കർമ്മത്തിലേർപ്പെടട്ടെ. അങ്ങനെ വൃദ്ധിയെ പ്രാപിച്ച്, അപ്പോൾ ഋഷികളാണ് അവളെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നത്. ഞാൻ സ്തുതികളാൽ നിന്നെ സമീപിക്കുന്നു. അപ്പോൾ നീ എന്ത് വേണം? വൃദ്ധിയെ പ്രാപിച്ച്, നീ വളരുന്നതനുസരിച്ച്, ഉദിച്ചിങ്ങനെ വരുന്നതിനനുസരിച്ച് വൃദ്ധി പ്രാപിച്ചിട്ട് നിന്റെ രക്ഷാസാധനങ്ങളാൽ നീ നമ്മളെ രക്ഷിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് തരും. എന്തെല്ലാം നമ്മളെ രക്ഷിക്കുന്ന സാധനങ്ങൾ? ചോറ്, അന്നങ്ങൾ, ധനം, പണം എല്ലാം നേടിത്തരും. ഞങ്ങൾക്ക് അസംഖ്യം ധനം പ്രാപിക്കുവാനാകട്ടെ. അങ്ങനെ ഞാൻ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ ഫോളോ ചെയ്യും. നീ നമ്മളെ നയിക്കുക, എന്നിട്ട് നമുക്ക് ധനം നേടി തരിക. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ദിവസവും ഉണർന്ന് ഓരോ ദിവസവും എഴുന്നേറ്റ്, ഉഷസ് ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ലോകം പുരോഗമിച്ച് ധനം നേടിക്കൊണ്ട് സുഭിക്ഷതയിലേക്ക് കുതിക്കുന്നു.